തിരുവനന്തപുരം നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കാട്ടുചന്ത മൃഗാശുപത്രി ചിന്ത്രനെല്ലൂർ റോഡിന്റെ അവസ്ഥ ശോചനീയമായി തുടരുന്നു. കഴിഞ്ഞ 20 വർഷത്തോളമായി റോഡിന്റെ അവസ്ഥ ഇതാണ്. തെരഞ്ഞെടുപ്പ് പലതും കഴിഞ്ഞെങ്കിലും മുന്നണികൾ മാറി മാറി ഭരിച്ചെങ്കിലും ഇപ്പോഴും ശാപമോക്ഷം കിട്ടാതെ തകർന്നു കിടക്കുകയാണ് കാട്ടുചന്ത മൃഗാശുപത്രി ചിന്ത്രനെല്ലൂർ റോഡ്. റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. വളരെ ദയനീയാവസ്ഥയിൽ കിടക്കുന്ന ഒരു വഴിയാണ്. 75-80 വർഷത്തിലേറെ പഴക്കമുള്ള റോഡാണ്. ഇപ്പോൾ ഒരു ഓട്ടോ പോലും വിളിച്ചാൽ വരാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ഒരു വഴിയാണ്. അത് എങ്ങനെയെങ്കിലും നടപ്പിലാക്കി കിട്ടിയാൽ വളരെ ഉപകാരം എന്ന് മാത്രമല്ല, ഒരു ഓട്ടോ എങ്ങനെ ഇവിടെ വരും, ഒരു അത്യാവശ്യം ആശുപത്രി കേസ് വന്നാൽ പോലും കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അത് വന്ന് നോക്കുന്നവർക്കോ അല്ലെങ്കിൽ കാണുന്നവർക്കോ ശരിക്കും ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. റോഡ് നന്നാക്കാൻ നടപടി ഉണ്ടാകാത്തതിനാൽ ഒരു പാർട്ടിക്കാരും വോട്ട് ചോദിച്ചു വരണ്ട എന്ന് പറഞ്ഞ് നാട്ടുകാർ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ദുരിതത്തിന് പരിഹാരം കാണാതെ വോട്ട് തരില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. സ്കൂളിന് MLA ബസ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വഴി ബസ് പോകുന്നില്ല. വീട്ടിൽ നിന്ന് കുറേ അകലെ കുട്ടികളെ കൊണ്ട് നിർത്തിയിട്ട് വേണം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ളത്. വളരെ തവണ നിവേദനങ്ങൾ നൽകിയിട്ടും പഞ്ചായത്തിനും ബ്ലോക്കിനും ഒക്കെ നിവേദനങ്ങൾ അയച്ചിട്ടും ഇതുവരെയും നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ റോഡിന്റെ സുഗമമായ യാത്രാ സൗകര്യത്തിനും അസുഖം വന്നാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ടാറിട്ട റോഡ് വരെ മാത്രമേ അവർ വരുള്ളൂ. ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല എന്നാണ് തർക്കമായിട്ട് പറയുന്നത്. ഈ പ്രദേശവാസികൾക്ക് യാത്രയ്ക്ക് വളരെ അസൗകര്യമാണ്. നിരവധി തവണ ഉദ്യോഗസ്ഥർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടും റോഡിന്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ 5 വർഷമായി 1-ാം വാർഡ് UDF-ഉം 2-ാം വാർഡ് BJP-യുമാണ് ഭരിക്കുന്നത്. കുറേ പഴക്കം ചെന്ന റോഡാണ്. അത് ഇനിയെങ്കിലും നമുക്കൊരു വണ്ടിയെങ്കിലും വിളിച്ച് ഞങ്ങളെ ആവശ്യത്തിന് അത് ഉപകാരപ്പെടുത്തണം. ഒരു വണ്ടി വിളിച്ചാൽ പറയും അങ്ങോട്ടാണെങ്കിൽ വരുന്നില്ല എന്ന് പറയും. ഞങ്ങൾ മനുഷ്യരില്ലേ, ഞങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ ഒരു വണ്ടി ചെന്ന് വിളിക്കണ്ടേ, അതിന് ഒരു അവസരം ഉണ്ടാക്കണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.